ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ഹെൽമെറ്റിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഒരു മോഡുലാർ ഹെൽമെറ്റ് അല്ലെങ്കിൽ ഒരു ഫ്ലിപ്പ് അപ്പ് ഹെൽമെറ്റാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഓപ്ഷൻ ആണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ SMK എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു മോഡുലാർ ഹെൽമെറ്റാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ ഷോർട്ട് റൈഡ്സൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയൊരു ഹെൽമെറ്റ് വേണമെന്നായിരുന്നു. അപ്പോൾ ആ ഒരു കണ്ടീഷൻ വരുമ്പോൾ ഈ ഡബിൾ ഡി ലോക്ക് അല്ലെങ്കിൽ ഒരു നോർമൽ ഫേസ്ഡ് ഹെൽമെറ്റ്, അതെ നോർമൽ ഫുൾ ഫേസ്ഡ് ഹെൽമെറ്റ് ഒക്കെ വളരെ വളരെ ബുദ്ധിമുട്ടാണ് യൂസ് ചെയ്യാൻ. സേഫ്റ്റിയുടെ കാര്യത്തിൽ ഫുൾ ഫേസ് ആണ് എപ്പോഴും ബെറ്റർ എങ്കിലും നമുക്കത് എപ്പോഴും ഊരിയെടുക്കാനും അപ്പം തന്നെ ഈ ഡബിൾ ഡി റിംഗ് ലോക്കൊക്കെ വരുന്ന ഹെൽമെറ്റ് ആണെങ്കിൽ അത് റിമൂവ് ചെയ്ത് എടുക്കാനും തിരിച്ച് അത് ഫിറ്റ് ചെയ്യാനും, എസ്പെഷ്യലി നമ്മളൊരു ഗ്ലൗസൊക്കെ ഇട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഈ ഡബിൾ ഡി റിംഗ് ലോക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഗ്ലൗസ് ഊരണം. അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴാണ് ഒരു 5000-6000 റേഞ്ചിൽ ഞാൻ ഈ SMKയുടെ ഹെൽമെറ്റ് കണ്ടത്. അപ്പോൾ ഞാനത് ആദ്യം തന്നെ അത് ഓർഡർ ചെയ്തു. അപ്പോൾ ഓർഡർ ചെയ്ത ഹെൽമെറ്റ് ഞാൻ എൻ്റെ പ്രീവിയസ് ഹെൽമെറ്റ് എന്ന് പറയുന്നത് ആക്സറിൻ്റെ ഷാർക്കോ എന്ന് പറയുന്ന സീരീസാണ്. ആക്സർ അപ്പെക്സ് സീരീസിൽ വരുന്ന ഷാർക്കോ എന്ന് പറഞ്ഞ മോഡൽ. അപ്പോൾ ഈ ആക്സറിൻ്റെ അപ്പെക്സ് ഷാർക്കോയിൽ വരുന്നത് ECE റേറ്റിംഗ് ആണ് 2205. അതുപോലെ തന്നെ നമുക്ക് ഡബിൾ ഡി റിംഗ് ലോക്ക് വരുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു ECE റേറ്റഡ് ഹെൽമെറ്റ് തന്നെ ഫ്ലിപ്പപ്പിൽ വേണമെന്ന് വെച്ച് ഞാൻ റിസർച്ച് ചെയ്തപ്പോഴാണ് ഈ SMKയുടെ സീരീസ് ഹെൽമെറ്റ് ഞാൻ കണ്ടത്, SMKയുടെ ഗൾവിങ് സീരീസ്. അപ്പോൾ ഈ ഗൾവിങ് സീരീസിൽ വരുന്നത് ECE 2206 ആണ്. ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ വരുന്നത് എന്ന് പറയുന്നത് ഹെൽമെറ്റ് ഇറ്റ്സെൽഫ് ആൻഡ് ഹെൽമെറ്റിന് വേണ്ടി ഒരു ബാഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് യൂസർ മാനുവൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കും. ഒപ്പം ഒരു കീ ചെയിനും കൂടി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഹെൽമെറ്റ് നോക്കാം. ഹെൽമെറ്റ് എന്ന് പറയുന്നത് ഡ്യുവൽ വൈസർ സിസ്റ്റമുള്ള ഹെൽമെറ്റാണ്. പുറത്ത് നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ളൊരു ഔട്ടർ വൈസറുണ്ട്, അത് സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആണ്. അതിൽ തന്നെ പിൻലോക്ക് ആൻറ്റി ഫോഗ് ലെൻസും കൂടി വരുന്നുണ്ട്. അത് നമ്മുടെ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ ഫോഗ് വരാതിരിക്കാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നൊരു ഐറ്റമാണ് നമ്മുടെ ഈ ആൻറ്റി ഫോഗ് ലെൻസ് എന്ന് പറയുന്നത്. ഇൻറ്റേർണലി നമുക്കൊരു റിട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സൺ വൈസർ കൂടിയുണ്ട്. അത് ഷെയ്ഡഡ് ആണ്. പുറത്ത് വരുന്നത് ക്ലിയർ ആണ്. നമുക്കതിൻ്റെ റിട്രാക്റ്റബിൾ ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്നത് ഈ ലെഫ്റ്റ് സൈഡിലാണ്. ഈ ഒരു സ്വിച്ച് നമ്മൾ ഇങ്ങോട്ടും നീക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ ഉള്ളിലെ ഈ ഒരു സൺ വൈസർ റിട്രാക്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. വെൻറ്റിലേഷൻ സിസ്റ്റംസ് വരുന്നത് മുകളിൽ ഒരു വെൻറ്റിലേഷൻ സിസ്റ്റം ഉണ്ട്. അത് നമുക്ക് ക്ലോസും ഓപ്പണും ചെയ്യാൻ സാധിക്കും. ഫ്രണ്ടിൽ ഒരു എക്സോ സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ റിയറിൽ ഒരു എക്സോ സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ ഇൻറ്റേർണലി ഇതിന് എയർ ഫ്ലോ ചാനൽസും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അത്യാവശ്യം ഹെഡിന് കൂളിംഗ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സിസ്റ്റം കൊടുത്തിരിക്കുന്നത്. വളരെയധികം ബ്രീത്തബിൾ ആയിട്ടുള്ളൊരു ഹൈപ്പോ അലർജനിക് ലൈനറും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫുൾ പാഡിങ് നമുക്ക് റിമൂവ് ചെയ്ത് വാഷ് ചെയ്യാനും കൂടി പറ്റും. നോസ് ഗാർഡ് വരുന്നുണ്ട്. ചിൻ കർട്ടൻ വരുന്നുണ്ട്. ചിൻ കർട്ടൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത് നമ്മൾ അത്യാവശ്യം ഹൈ സ്പീഡ്സ് എബവ് 80 km/h ഒക്കെ പോവുകയാണെങ്കിൽ നമുക്കറിയാം ഹെൽമെറ്റിൻ്റെ ഉള്ളിലൊക്കെ വളരെയധികം വിൻഡ് നോയ്സ് വരും. എൻ്റെ ഈ പഴയ ആക്സർ സീരീസിലും ആ ഒരു ഇഷ്യൂ വളരെയധികം ഉണ്ടായിരുന്നു. ഒരു 70 km/h എബവ് ഒക്കെ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ചെവിക്കുള്ളിലൊക്കെ അത്യാവശ്യം ഒരു വിൻഡിൻ്റെ നോയ്സ് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്കൊരധികം നേരമൊന്നും നമുക്ക് ആ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഇയർ പ്ലഗ്സ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും. ഇതിന് വരുന്നത് ഡബിൾ ഡി റിംഗ് ലോക്ക് ഇതിന് വരുന്നില്ല. പക്ഷേ ECE 2206 റേറ്റഡ് ആണ്. അപ്പോൾ ഞാൻ പണ്ട് ഒരു 2011 സമയത്ത് ഉപയോഗിച്ചിരുന്ന ഒരു LS2ൻ്റെ ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. ആ ഒരു ഹെൽമെറ്റും ഈ പറഞ്ഞ ഡബിൾ ഡി റിംഗ് ലോക്ക് ഉണ്ടായിരുന്നില്ല. ഇതേപോലത്തെ തന്നെ ഒരു ക്വിക്ക് റിലീസ് ബക്കിളായിരുന്നു. അപ്പോൾ ഈ ക്വിക്ക് റിലീസ് ബക്കിളിൻ്റെ ഒരു ഗുണം എന്ന് ഞാൻ പറഞ്ഞത് നമുക്ക് ഹെൽമെറ്റ് റിമൂവ് ചെയ്യാനും ഹെൽമെറ്റ് തിരിച്ച്
ബക്കിളിടാനും ഒക്കെ വളരെ എളുപ്പമാണ്. ഈവൻ ഗ്ലൗസ് ഇട്ടാൽ പോലും നിങ്ങൾക്ക് ഈ ഒരു ബക്കിൾ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം. പക്ഷേ ഡബിൾ ഡി റിംഗ് ലോക്കിൻ്റെ ഒരു സിസ്റ്റം അങ്ങനെയല്ല. നമുക്ക് കറക്റ്റായിട്ട് അത് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ചിലപ്പോഴൊക്കെ ഗ്ലൗസ് റിമൂവ് ചെയ്യേണ്ടി വരും. അത്യാവശ്യം തിക്ക് ഗ്ലൗസൊക്കെ ആണെങ്കിൽ നമുക്കത് ഗ്ലൗസ് റിമൂവ് ചെയ്യാതെ അത് ഇൻസെർട്ട് ചെയ്യാനും റിമൂവ് ചെയ്യാനും പറ്റാറില്ല. ഇതിൻ്റെ സൈസ് ഓപ്ഷൻസ് വരുന്നത് XS മുതൽ 4XL വരെയാണ്. അപ്പോൾ ഈ നിങ്ങൾ ആക്സറിൻ്റെ ഒരു ഹെൽമെറ്റ് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ അതിൽ L എന്ന് പറയുന്ന സൈസാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ, നിങ്ങൾ ഈ പറഞ്ഞ ഗൾവിങ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു XL വാങ്ങുന്നതായിരിക്കും കറക്റ്റ്. കാരണം നമ്മുടെ ആക്സറിൻ്റെ ലാർജ് എന്ന് പറയുന്നത് 600 mm ഗൾവിങ്ങിൻ്റെ ലാർജ് എന്ന് പറയുന്നത് 580 mm ആണ്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് കാരണം 1 സൈസ് അപ്പ് വാങ്ങുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഫ്ലിപ്പ് അപ്പ് ഫങ്ഷനാണ്. അതായത് മോഡുലാർ ഫ്ലിപ്പ് അപ്പ് ഡിസൈൻ. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് വെള്ളം കുടിക്കാനാണെങ്കിലും ഈവൻ ഇപ്പോൾ ഫ്രഷ് എയർ കിട്ടാൻ വേണ്ടി നമുക്ക് ഹെൽമെറ്റ് റിമൂവ് ചെയ്യാതെ തന്നെ ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് അപ്പ് ചെയ്ത് വെക്കാം. ഒരിക്കലും നിങ്ങൾ ഫ്ലിപ്പ് അപ്പ് ചെയ്ത് വെച്ച് വണ്ടി ഓടിക്കരുത്, കാരണം അത് കൂടുതൽ ഡേഞ്ചറാണ്. മോഡുലാർ ഹെൽമെറ്റ്സ് പൊതുവേ സേഫ്റ്റി കുറവാണെന്നാണ് എല്ലാവരും പറയാറ്. പക്ഷേ ഫങ്ഷനാലിറ്റി വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഫങ്ഷൻ തന്നെയാണ് മോഡുലാർ ഹെൽമെറ്റ് കൊടുക്കുന്നത്. ചീപ്പർ വെർഷൻസ് വരുന്നുണ്ട്. സ്റ്റഡ്സിലും ഈ പറഞ്ഞ സ്റ്റീൽ ബേർഡ് എന്ന് പറയുന്ന കമ്പനിയിലൊക്കെ അത്യാവശ്യം ചീപ്പർ ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ചീപ്പർ ഓപ്ഷൻസിലേക്ക് പോകുമ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് ECE സർട്ടിഫിക്കേഷൻ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ECE സർട്ടിഫിക്കേഷൻ കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ സേഫ്റ്റി അത്യാവശ്യം ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ് ഈ ഒരു ഹെൽമെറ്റ്? നിങ്ങൾ ഇത് വാങ്ങുന്നുണ്ടെങ്കിൽ വാങ്ങിച്ചിട്ട് അഭിപ്രായം പറയുക. ഇതൊരു സ്പോൺസേഡ് വീഡിയോ അല്ല, ഞാൻ എൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് വാങ്ങിയതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. See you in the next video.